ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ദുബായ് ജോബ് ഹണ്ടിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ദുബായിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസ്യൂം ആണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. അപ്പോൾ അതിന് നിറയെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ പല ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് ഒന്ന് വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു CV അല്ല നമ്മൾ ചെയ്യേണ്ടത്, ഏകദേശം ഒരു 10-30 CV നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഞാൻ ഏകദേശം 35-40ഓളം CV ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൊണ്ടുവരുമ്പോൾ സർട്ടിഫിക്കറ്റ്, ഈ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതൊക്കെ കൊണ്ടുവരാം. ഈ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒറിജിനൽ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ട്രാവലിങ് അതേപോലെ തന്നെ റൂമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ മിസ്സാവാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് ഡിജി ലോക്കറിലൊക്കെ കീപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ നാട്ടിലെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ഇവിടെ എനിക്ക് ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഇവിടെ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV. ATS ഫ്രണ്ട്ലി ഇവിടെ നമുക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഈ ഒരു ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കറ്റ്, ഈ ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും പാർട്ട് 2 ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.